അപ്പം നമുക്കൊരു ദോശ ഉണ്ടാക്കാം. ദോശ ഉണ്ടാക്കുന്ന വീഡിയോ ആയാലോ? അപ്പോൾ ഞാൻ ദോശക്കല്ല് വെച്ചിട്ടുണ്ട്. ദോശക്കല്ല് വെച്ചിട്ട് എണ്ണ തേച്ച് കൊടുക്കുക. നല്ലത് എണ്ണ തേച്ച് കൊടുക്കണം. എണ്ണ തേച്ച് കൊടുത്തിട്ട് നമ്മൾ മാവ് അതിലിട്ട് മാവ് എടുത്തിട്ട് കുറച്ചെടുത്താൽ മതി. കുറേ എടുത്തിട്ടുണ്ടെങ്കിൽ കട്ടിയായിട്ട് നമുക്കത് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ കുറച്ച് മാവ് എടുത്തിട്ട് വേണം ചെയ്യാൻ. ദോശക്കല്ലിലോട്ട് ഒഴിച്ചിട്ട് കുറച്ച് മാവ് എടുക്കാൻ പാടില്ല, എന്നാലേ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. മാവൊക്കെ ഒഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് അടച്ച് വെച്ചിട്ട് ഒന്ന് റെഡി ആവട്ടെ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമ്മൾ അതിൻ്റെ അടച്ച് വെച്ച അതിൻ്റെ അടപ്പെടുത്തിട്ട് അത് കുറച്ച് എണ്ണയും കൂടി മുകളിൽ തേച്ച് കൊടുക്കണം. കുറച്ച് എണ്ണ മുകളിൽ തേച്ച് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ദോശനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. നമ്മൾ സാധാ ദോശ മറിച്ചിട്ട് കൊടുക്കില്ലല്ലോ, അതങ്ങനെ എടുത്ത് പാത്രത്തിൽ കടയിലെ ദോശ മറിച്ച് കൊടുത്ത് നമ്മളതിനെ ക്രിസ്പി ആക്കാൻ പോവാണ്. കാരണം ഇതിലേക്ക് കറിയില്ലാതെ കഴിക്കാൻ ജസ്റ്റ് ചായയും ദോശയും. അപ്പോൾ കറിയില്ലെങ്കിൽ നമുക്ക് നല്ല ക്രിസ്പിയോടുകൂടി കഴിക്കാൻ പറ്റും. അത് കാരണം ഇപ്പോൾ ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ക്രിസ്പി ആയി വരട്ടെ. അപ്പോൾ ഏകദേശം നമ്മൾ കടയിൽ നിന്ന് മേടിച്ചിട്ട് കഴിക്കുന്ന സ്നാക്സ് പോലെ ആയിരിക്കും. നമ്മളിപ്പോൾ ക്രിസ്പി ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് 5 മിനിറ്റും കൂടി. അത് ക്രിസ്പിയായി വന്നുകൊണ്ടിരിക്കുക. നമ്മൾ ഒന്നും കൂടി മറിച്ചിട്ട് കൊടുക്കുക. ഇത് ഓക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഓഫാക്കാം. അപ്പോൾ ഇതിലേക്കൊരു കട്ടൻ ചായയും കൂടി ഉണ്ടെങ്കിൽ വേറെ ഒന്നും ഇതിൻ്റെ സൈഡായിട്ട് വേണ്ട, നമുക്ക് കഴിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.